ഇവിടുത്തെ പബ്ലിക് റിലേഷൻ എന്നത് ആ ആശുപത്രിയിൽ വന്നു വരുന്ന രോഗിയുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് ഇനി MLA-യും MP-യും മന്ത്രിയും വിളിച്ചാൽ പറയുന്നത് മാത്രമല്ല, വരുന്ന ഒരാൾക്ക് വിവരം കിട്ടണം. അപ്പൊ അത്രയും ഒരു ഇഷ്യൂ ഇവിടെ മറ്റുള്ളവരുടെ പേരുള്ള സമ്മർദ്ദങ്ങൾ ഉൾപ്പെടെ കുറയ്ക്കാൻ അത് ഉപകരിക്കും. അതുകൊണ്ട് പബ്ലിക് റിലേഷൻസ് എന്നുള്ളത് ഏറ്റവും ഫലപ്രദമായിട്ട് മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നന്നായി ചെയ്യുന്നു. ഞാൻ കൂടി പങ്കെടുത്ത യോഗത്തിലെന്ന് പറഞ്ഞാണ്, മറ്റ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നന്നായി ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയും ചെയ്യാൻ തീരുമാനിച്ചത്. അത് കുറയുന്നു എന്നൊരിടത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളിവിടെ ലാബുകളുടെയും സ്കാനിങ്ങിന്റെയും കാര്യം പറഞ്ഞു. നമുക്ക് വളരെ താമസം നേരിടുന്നുണ്ട് ഇതെല്ലാം. എങ്ങനെയാണ് നമുക്കതിനെ കുറയേണ്ടത്? നിങ്ങൾ കൂടിയാണ് ചേർന്നാണ് പറഞ്ഞാണ്. അതുകൊണ്ടാണ് HOD-മാർ അവർക്ക് കൂടുതൽ സമയങ്ങൾ കൊടുത്ത് ഒരു ബഹുമാനപ്പെട്ട അംഗം എഴുന്നേറ്റപ്പോൾ നമ്മൾ പറഞ്ഞു HOD-മാർ പറയേണ്ടത് പറഞ്ഞത് അവരാണ് ഏറ്റവും കൂടുതലെല്ലാം ഇവിടെ അകത്ത് ഫേസ് ചെയ്യുന്നത് അവരാണ്. വളരെ നമ്മളിതെല്ലാം കേൾക്കുന്നു. എങ്ങനെയാണ് നമുക്ക് ഈ രണ്ടു കൂട്ടരും പറഞ്ഞ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുക? ഒരു രോഗി ഒരു കാര്യത്തിൽ വന്ന് ഈ ചികിത്സാ സമയത്ത് തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ സ്കാനിങ്ങുകളും മറ്റും നടത്താൻ പറ്റുമോ? അത് നടത്താൻ ഓവർലോഡറാണ് ഇല്ലെന്ന് പറയുന്നത്. അതിന് നമുക്ക് കൂടുതൽ താൽക്കാലിക ജീവനക്കാരെ ടെക്നീഷ്യന്മാരെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ആ കാര്യത്തെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അത്തരം പ്രപ്പോസലാണ് HDS-ന് മുമ്പാകെ വരേണ്ടത്. അതിനാവശ്യമായ ചെലവുകൾ എന്താണ്, ഇന്ന സമയത്ത് ചെയ്യാൻ പറ്റും നമുക്ക്. ഇങ്ങനൊരു കാര്യം പറയാതെ എങ്ങനെയാണ് നമ്മൾ ഓരോ പ്രാവശ്യവും വന്നിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും ഇതേപോലെ തനിയാവർത്തനം പോലെ പോയിട്ട് ഒരു കഥയുമില്ല. അപ്പോൾ ആ HDS മീറ്റിംഗിൽ ഗൗരവം തന്നെ നമുക്ക് പറഞ്ഞു. കുറെ നമ്മൾ പരാതി പറയുന്നു, അതിന്റെ ഒരു വിശദീകരണം തന്നെ എന്തുകൊണ്ടാണ് ചികിത്സാ സമയത്ത് തന്നെ നമുക്ക് ഈ സ്കാനിങ് പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേർ പെൻഡിങ്ങിൽ നിൽക്കുകയായിരിക്കും. എന്താണ് പോം വഴിയായി ചെയ്യാൻ പറ്റുക? നിലവിലുള്ള സംവിധാനം ഇതിന് മെഷീൻ തന്നെ വർഷമാണെങ്കിൽ കൂടുതൽ മെഷീൻ ഉണ്ടാകത്തുള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, ആസ് എ ലേമാൻ ഒരു ടെക്നീഷ്യന്മാരെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ HDS അതിനുവേണ്ടി സൗകര്യം ഒരുക്കിയാൽ അല്ലെങ്കിൽ വേറെ സൗകര്യം ഒരുക്കിയാൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നാലാമത്തെ ഒരു കാര്യം ഇവിടെ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മുടെ കാഷ്വാലിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാവണം എന്ന കാര്യം പറഞ്ഞു. അത് കൃത്യമായി എന്നവണ്ണം നടപ്പിലാക്കേണ്ടതുണ്ട്. അതിനെന്താണ് തടസ്സമായിട്ടുള്ളത്? അതിന് പ്രശ്നമുണ്ട്. പക്ഷേ സാധാരണ മറ്റിടങ്ങളിലെല്ലാം അത്തരം സേവനം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കാര്യം പിന്നെ പറഞ്ഞ ഈ ആദരണീയായ MP-യും പറഞ്ഞു നമ്മുടെ ഡോക്ടർമാരുടെ ഒഴിവുകളുടെ കാര്യമാണ്. നേരത്തെ ഒരു അക്കോമഡേഷൻ പോസ്റ്റിന്റെ കാര്യമായിട്ട് ഒരു അസോസിയേറ്റ് പ്രൊഫസറുടെ കാര്യം പറയുകയുണ്ടായി. നമുക്ക് ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് പകരം ആളിനെ ലഭ്യമാവാതെ ഇവിടുന്ന് ആളിനെ എടുക്കുന്നതിന്റെ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ യോഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി സംസാരിച്ച കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട MP ആ കാര്യം പറഞ്ഞു, MLA ആ കാര്യം പറഞ്ഞു, നിയമസഭയിൽ സബ്മിഷന്റെ കാര്യം ആവർത്തിക്കാറില്ല. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ പ്രത്യേകമായി എടുത്തുകൊണ്ട് യോഗം ചെയ്യുന്നതിന് ആരോഗ്യ വകുപ്പ് മന്ത്രി കൂടി അന്ന് യോഗത്തിലുണ്ട്. ഇന്നത്തെ യോഗത്തിനകത്തേക്ക് 3 മന്ത്രിമാർ പങ്കെടുക്കുന്ന അറിയിപ്പ് കൊടുത്ത് ഞങ്ങളുടെ ആരുടെയും അറിവോടുകൂടിയല്ല, ആ മന്ത്രി പറഞ്ഞിട്ടില്ല, അതെവിടെ ഒരു വന്നിട്ടുള്ള തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് കൊടുത്തത് എന്നുകൂടി പറയട്ടെ. അപ്പോൾ ഡോക്ടർമാരുടെ ഒഴിവുകൾ എത്രയെല്ലാമാണ് എന്നുള്ളത് HDS യോഗത്തിന്റെ ഭാഗമായിട്ടും ഇവിടുത്തെ പ്രിൻസിപ്പൾ കൂടി തന്നാൽ കൃത്യമായിട്ട് നമുക്കത് ഒരു ഇടപെടൽ ഒരു ജില്ലയിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധി നടത്തി ആ ഒരു ഇടപെടൽ ഞാനും കൂടി നടത്തുന്നതായിരിക്കും. നമ്മുടെ ലാബുകൾ എക്സ്റേ ടെക്നീഷ്യന്മാരുടെ ഒക്കെ സേവനം നമുക്ക് എങ്ങനെ 24 മണിക്കൂർ നമുക്ക് സേവനം ലഭ്യമാകും. കാഷ്വാലിറ്റി വരുന്ന ആൾക്കാർക്ക് അപ്പോൾ എടുക്കാൻ കഴിയുന്ന നേരത്തേക്ക് അതിന്റെ സേവനം ഉറപ്പാക്കുന്നുണ്ടോ? ലാബുകൾ നമുക്ക് 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കാൻ എന്താ പ്രയാസമുള്ളത്? അത് തുറന്ന് പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. ആളുകളെ നിയോഗിക്കുന്നതിനകത്ത് യോഗ്യത എന്നുള്ളത് തന്നെ മാനദണ്ഡമാക്കിയിട്ട് ഇവിടെ MLA പറഞ്ഞ OP കൗണ്ടറുകളുടെ എണ്ണം, അതിന് ഫാർമസി കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അതെങ്ങനെയാണ് പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റുക എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പൊ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കെല്ലാം കൊടുത്ത കത്തിന്റെ കോപ്പി ലഭ്യമാകുന്നുണ്ടായിരുന്നു. മരുന്നുകളുടെ കാര്യത്തിലാണ്. മരുന്നുകളുടെ ഷോർട്ടേജ് എന്തെല്ലാമാണുള്ളത്, അതിനകത്ത് അടിയന്തരമായി ഒരു ഇടപെടൽ സർക്കാരിൽ ഇടപെടേണ്ടത് എങ്ങനെയാണ്, അതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ വരേണ്ടതുണ്ട്. അവിടെ MLA ചോദിച്ച ചോദ്യമുണ്ട്. ഇവിടെ ഈ തന്ന നിവേദനത്തിനകത്തും ചിലത് പറയുന്നുണ്ട്. മരുന്നുകൾ കുറിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചുള്ള പരാതികൾ ആളുകളുടെ ഇടയിൽ വ്യാപകമാണ്. അവിടെയാണ് എന്തിനാണ് കമ്പനി ടീമാണോ അതോ മറ്റാണോ എഴുതി കൊടുക്കുന്നതോടെ ചോദിക്കുന്നതായിരുന്നു. അതിന് ഒരു വ്യക്തത എനിക്ക് കിട്ടിയില്ല. സൂപ്രണ്ടത് പറയുന്ന അവസരത്തിലും അതല്ല എന്നാണ് പറഞ്ഞു, കൊടുക്കുന്നതല്ല പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതേ കണ്ടിട്ടുള്ള മരുന്ന് ഉള്ളപ്പോൾ മറ്റു മരുന്ന് കൊടുക്കുന്നുണ്ടോ എന്നുള്ള വ്യാപകമായ ഒരു സംശയവും പരാതിയും നിൽക്കുന്നുണ്ട്.